വായനാ ദിനം പ്രമാണിച്ച് പിന്നെയും എന്ന എൻ്റെ ചെറുകഥാ സമാഹാരത്തിൽ നിന്ന് രചന അവതരണം ഷീനു എസ് നായർ. സ്വപ്നസൗധം. റൂമിലെത്തിയപ്പോൾ വിങ്ങി പൊട്ടി കരയുന്നു ഉഷ. എന്താ ഉഷയെ കരയണേ? എന്നോട് പറയാമെങ്കിൽ പറയൂ. എന്നെ അന്വേഷിച്ച് കടക്കാരിവിടെ എത്തിയിരിക്കുന്നു. അവരുടെ അടുത്ത് നിന്ന് ഓടിയാണ് ഇവിടെ എത്തിയത്. ഏങ്ങലടിച്ചുകൊണ്ടാണ് ഉഷ പറഞ്ഞൊപ്പിച്ചത്. ഒരാഴ്ചയേ ആയിട്ടുള്ളൂ റൂംമേറ്റായി എത്തിയിട്ട്. വേഷവിധാനവും കഴുത്തിലെ രുദ്രാക്ഷവും നെറ്റിയിലെ ഭസ്മക്കുറിയും 2 നേരമുള്ള ജപങ്ങളുമൊക്കെ കണ്ട് ഭക്തി തലയ്ക്ക് പിടിച്ചതാണെന്ന് തോന്നിയിരുന്നു. പാവം, ജീവിത പ്രശ്നങ്ങൾ ഇറക്കി വയ്ക്കാൻ ഭഗവാനെ കൂട്ടുപിടിച്ചതാവും എന്ന് വിചാരിച്ചു. ഭർത്താവ് ഗൾഫിലായിരുന്നപ്പോഴായിരുന്നു ഞങ്ങളുടെ കല്യാണം. ഉടനെ തന്നെ സിറ്റിയിൽ 50 സെൻറ്റ് സ്ഥലം വാങ്ങി വീട് പണി തുടങ്ങി. എനിക്കും ശമ്പളം ഉണ്ടല്ലോ. കുറച്ച് ബാങ്ക് ലോൺ എടുത്തു. 4000 സ്ക്വയർ ഫീറ്റുള്ള വലിയ വീടായിരുന്നു. ഭർത്താവ് തന്നെയാണ് പ്ലാനെല്ലാം തയ്യാറാക്കിയത്. ഉഷ ഗദ്ഗതത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു. അതിനെന്താ, എല്ലാവരും അങ്ങനെയല്ലേ വീട് പണിയണത്. അതെ ചേച്ചി, ഗൾഫുകാരൻ്റെ പൊങ്ങച്ചം കാണിക്കാൻ ഇത്രയും വലിയ സ്വപ്ന സൗധം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് അത് പൂർത്തിയാകുന്നതിന് മുമ്പേ ആൾ ജോലി മതിയാക്കി പോന്നു. ബാധ്യത മുഴുവൻ എൻ്റെ തലയിലായി. വന്നിട്ട് ഒരു പണിക്കൊട്ട് പോവേയില്ല. ലോണ് ശമ്പളത്തിൽ നിന്ന് അടച്ചു തീർത്താൽ പോരെ? ഇത്രയും കടം എങ്ങനെ വന്നു? താൻ ചോദിച്ചു. അങ്ങേരുടെ സമ്പാദ്യം മുഴുവൻ എടുത്ത് സ്ഥലം വാങ്ങി അത് ഈട് വെച്ച് ബാങ്ക് ലോൺ എടുത്തു. അതിൻ്റെ മാസം അടവിന് എൻ്റെ ശമ്പളം തന്നെ തികയില്ല. പിന്നെ ജീവിക്കണ്ടേ, മോളെ പഠിപ്പിക്കണ്ടേ? എന്നാൽ പിന്നെ ആ വീട് വിറ്റ് കടം തീർക്കാമായിരുന്നില്ലേ? ആ വീടൊക്കെ വിറ്റു, ബാങ്ക് ലോണും തീർത്തു. പക്ഷേ അങ്ങേര് കൈവായ്പയായിട്ട് ഓരോരുത്തരുടെ കയ്യിൽ നിന്നും വലിയ തുകകൾ വാങ്ങിയത് ഞാൻ അറിഞ്ഞില്ല ചേച്ചി. ഉഷയുടെ സങ്കടം തീരുന്നില്ല. അവർ പൈസ ചോദിക്കുമ്പോൾ എൻ്റെ ഓഫീസിലേക്ക് പറഞ്ഞു വിടും. എനിക്ക് കഴിയാവുന്നത് കൊടുക്കും. ഏങ്ങലടികൾ കൂടുന്നു. അത് മതിയല്ലോ, കടം തീരില്ലേ? ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അതല്ല ചേച്ചിയോട് ഞാൻ എങ്ങനെ പറയും? ചേച്ചിയോട് പറയാമെന്ന് തോന്നിയതുകൊണ്ട് പറയുക. കടക്കാരോട് എന്നെ കിട്ടുമെങ്കിൽ എടുത്തോളാൻ പറഞ്ഞു വിടുകയാണ് അയാൾ. ചേച്ചിക്ക് മനസ്സിലായി കാണുമല്ലോ. ഒരു ഞെട്ടലാണ് ഉണ്ടായത് തനിക്ക്. ഇങ്ങനെയും മനുഷ്യരോ? അറിയാതെ ചോദിച്ചുപോയി. അങ്ങനെയാണ് അയാൾ അറിയാതെ ട്രാൻസ്ഫർ വാങ്ങിയത്. മോളെ അമ്മയുടെ അടുത്താക്കി. അവളോട് ചോദിച്ച് ഞാൻ എവിടെയാണെന്ന് മനസ്സിലാക്കി കാണും. അവളെ സ്കൂളിൽ ചെന്ന് കാണാറുണ്ടത്രേ. ഉഷയുടെ പ്രതിസന്ധിക്ക് എന്ത് പരിഹാരമാണ് തനിക്ക് ഉപദേശിക്കാനാവുക? സ്വപ്നത്തിനും അപ്പുറത്തുള്ള സൗധങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ. ശുഭം.